പെൺകുട്ടിയുടെ സഹോദരൻ നവമിയുമായി സംസാരിച്ച പ്രതികരണത്തിന്റെ ഓഡിയോ സന്ദേശം നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്കൊന്ന് കേട്ടിട്ട് എന്തായിരുന്നു സിസ്റ്ററിന് സംഭവിച്ചത്? സിസ്റ്ററിന് സംഭവിച്ചത് ഞാൻ ഒരു ഷോർട്ടായിട്ട് പറയാം. ലെങ്ത് അല്ലേ. അവളും ഈ റമീസ് എന്ന് പറഞ്ഞവനും തമ്മിൽ കോളേജിലുള്ള ബന്ധമായിരുന്നു, ഇഷ്ടത്തിലായിരുന്നു പരസ്പരം. അത് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ കല്യാണാചരണയായിട്ട് അവന്റെ വാപ്പയും ഉമ്മയും വന്നു. എന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞു അവളോട് മതം മാറണം, മതം മാറിയാലാണ് കല്യാണം കഴിക്കുള്ളൂ, ഇവരെ ഇല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കൂന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ മാറിക്കോളാന്ന് പറഞ്ഞു. അവള് മറ്റേ പൊന്നാനി പോയിട്ട് 2 മാസം എന്റെ കോഴ്സ് ഉണ്ടെന്നൊക്കെ അവര് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ മാറിക്കോളാന്ന് പറഞ്ഞ ഇതൊക്കെ പറയുമ്പോ അപ്പം മരിച്ചിട്ട് 40 കഴിഞ്ഞുള്ളായിരുന്നു. അപ്പൊ 1 വർഷം കഴിയണല്ലോ ഈ നമ്മുടെ ഇതൊക്കെ ഒരു കല്യാണം നടത്താൻ. അപ്പൊ ആ 1 വർഷത്തെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് അതൊരു ഇതായില്ല. അത് കഴിഞ്ഞിട്ട് അവര് ഓക്കെ എന്നാലും 1 വർഷം കഴിഞ്ഞ് നടത്താന്നും പറഞ്ഞ് അവര് പോയി. മതം മാറാനൊക്കെ റെഡി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞ ഒരു 1.5 മാസം കഴിഞ്ഞപ്പോ ഇവനെ മറ്റേ ഇമ്മോറൽ ട്രാഫിക്കിന് മറ്റേ ലോഡ്ജിന്ന് പിടിച്ചു ഇവനെ. അങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോ ഇവള് ഇവന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ്, പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്നോട് ഒരു തെറ്റ് ചെയ്തു. അപ്പൊ നീ എന്നോട് മതം മാറാൻ പറഞ്ഞത് പറയാതെ നമുക്ക് 2 പേർക്ക് രജിസ്റ്റർ മാരേജ് ചെയ്ത് എവിടെയെങ്കിലും പോയി ജീവിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവള് എന്റെ അടുത്ത് കൂട്ടുകാരിയുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവൻ അവിടെ വന്നു, കൂട്ടുകാരിയുടെ അടുത്ത് നിന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവൻ പറഞ്ഞു തിങ്കളാഴ്ച ആലുവ രജിസ്ട്രാർ ഓഫീസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് സെറ്റ് ചെയ്യാന്നും പറഞ്ഞു ഇവൻ ഞായറാഴ്ച വൈകിട്ട് കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് എന്റെ പെങ്ങളെ വിളിച്ചുകൊണ്ട് പോയി. ചെന്ന് കഴിഞ്ഞിട്ട് ഇവന്റെ വീട്ടിൽ കുടുംബക്കാര്, ഇവന്റെ കൂട്ടുകാരന്മാര് എല്ലാരും ഉണ്ടായിരുന്നു. ഇവര് എന്റെ മറ്റേ റൂമിൽ പൂട്ടിയിട്ട് ഇവളെ ക്രൂരായി മർദ്ദിച്ചു. അത് കഴിഞ്ഞിട്ട് മാനസികമായിട്ടും പീഡിപ്പിച്ചു. അപ്പൊ മൊത്തം പ്രഷറിൽ നിന്ന് ഇവള് എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല, വീട്ടിലൊന്നും പറഞ്ഞില്ല. മൊത്തം അവൾ അകത്തൊതുക്കി. അത് കഴിഞ്ഞിട്ട് ഇവനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഇവരവിടെ പ്രഷർ കൊടുത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നാനിക്ക് പോകാൻ വണ്ടി റെഡി ആക്കിക്കോ, നീ വണ്ടി കയറിയാൽ മതി, 2 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മതി, നിന്റെ വീട്ടുകാരുടെ അടുത്ത് ഞങ്ങൾ പറയും, അല്ലാതെ നിന്നെ ഈ റൂമിൽ നിന്ന് തുറന്നു വിടില്ല എന്നും പറഞ്ഞാണ് അടിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവള് പറ്റില്ല, മതം മാറാൻ പറ്റില്ല, ഇവന് എന്നോട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, ഞാൻ എന്തിനു മാറണേ, എന്റെ വീട്ടിലാക്കാൻ പറഞ്ഞ് ലാസ്റ്റ് ഇവരൊരു 2 മണിയൊക്കെ ആയപ്പോ വീട്ടിൽ വന്നു. അപ്പൊ ഇവള് ഇതൊന്നും വീട്ടിൽ വന്നിട്ടും പറയല്ല, കൂട്ടുകാരുടെ അടുത്തൊന്നും വന്നു എന്നല്ല പറയണേ. അത് കഴിഞ്ഞിട്ട് ഇവള് സ്കൂളിലൊക്കെ പോയി, ഇവള് മറ്റേ TTC പഠിച്ചുകൊണ്ടിരിക്കുക. അതും പോയി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവര് തമ്മിലുള്ള മെസ്സേജ് ഇപ്പൊ ഈ മരിച്ചതിന് ശേഷമാണ് ഞാൻ കാണുന്നത് വാട്സ്ആപ്പ് ഫോണില്. ഇവന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്തൊക്കെയോ ഇത് പറഞ്ഞിട്ട് ഇവൻ മരിക്കാൻ പോവാന്നോ ഇവള് പറയുമ്പോ ഇവൻ പറഞ്ഞു മരിച്ചോ നീ മരിക്കുന്നും പറഞ്ഞു. അവര് മതം മാറാൻ വേണ്ടിയിട്ടാണ് നിർബന്ധിച്ചു എന്നും പറഞ്ഞ് അവള് സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ടാണ് അവള് മരിച്ചത്. അവൾക്ക് മതം മാറാനുള്ള പ്രഷറിലാണ് ഏറ്റവും കൂടുതൽ അവര് അത്രയും പൂട്ടിയിട്ട് മർദ്ദിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മരിച്ചതിന് ശേഷമായിട്ട് പറഞ്ഞു. ഇതാണ് ഉണ്ടായ സംഭവം. നാം ഈ സഹോദരന്റെ പ്രതികരണം വരുമ്പോൾ അതിലും മതം മാറാൻ പെൺകുട്ടിയെ നിർബന്ധിച്ചു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു മതപരിവർത്തനം എന്ന തരത്തിലുള്ള ലക്ഷ്യം തന്നെയായിരുന്നു റമീസ് മുന്നിൽ കണ്ടത് എന്ന് തന്നെ വേണം കരുതാൻ, അല്ലേ? അങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കുടുംബം ആവർത്തിച്ച് പറയുന്നുണ്ട്. പിന്നീട് ഈ സഹോദരൻ സോനയുടെ വാട്സപ്പ് ചാറ്റുകളും സംഭാഷണങ്ങളുടെ ഓഡിയോയും ഒക്കെ കേട്ട് നോക്കുമ്പോൾ അതിൽ റമീസ് ആവർത്തിച്ച് പറയുന്നത് നീ മതം മാറണം, മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കാൻ കഴിയൂ എന്ന കാര്യം മാത്രമാണ് ആവർത്തിച്ച് പറയുന്നത്. ഈ റമീസിനോടൊപ്പം ജീവിക്കണമെങ്കിൽ അതിന് മതം മാറണം എന്ന് തന്നെയാണ് റമീസ് ആവർത്തിച്ച് പറയുന്നത്. ഇത് ഈ പെൺകുട്ടിക്ക് വലിയ മാനസിക സമ്മർദ്ദമുണ്ടാക്കി. റമീസിന് തന്നോട് സ്നേഹമില്ല, പകരം താൻ മതം മാറിയാൽ മാത്രം മതി എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് സോനയ്ക്ക് പോലും മനസ്സിലാകുന്ന സ്ഥിതിയായിരുന്നു. അപ്പോഴും ഈ റമീസിന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി. പ്രത്യേകിച്ച് ഒരു ലോഡ്ജിൽ വെച്ചൊക്കെ റമീസിനെ അനാശാസ്യത്തിന് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ട് പോലും സോന വിവാഹത്തിന് തയ്യാറായി. കാരണം കുടുംബമൊക്കെ അറിഞ്ഞതാണ്. അതിൻ്റെ ഒരു നാണക്കേട് കൂടി കുട്ടിയുടെ മനസ്സിലുണ്ടായി. ഇനിയിപ്പോൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുക, അല്ലെങ്കിൽ റമീസിന്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചൊക്കെ നാട്ടുകാരോ അല്ലെങ്കിൽ കുടുംബവും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തനിക്കുൾപ്പെടെ അത് നാണക്കേടാണെന്ന സോനയ്ക്ക് വലിയ മാനസിക വിഷമമുണ്ടാക്കി. അതുകൊണ്ട് തന്നെയാണ് ഇനി നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ, മതം മാറാൻ നിൽക്കണ്ട എന്ന് റമീസിനോട് പറഞ്ഞു. പക്ഷേ റമീസിന്റെ ആവശ്യം ഈ കുട്ടി മതം മാറണം എന്ന് തന്നെയായിരുന്നു.
വലിയ മാനസിക സമ്മർദ്ദമാണ് ഈ കുട്ടിക്ക് നൽകിയത്. വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു, അതിക്രൂരമായി മർദ്ദിച്ചു. അത് റമീസിന്റെ മാതാവും പിതാവും ഒപ്പം തന്നെ കൂട്ടുകാരും ഒക്കെ കണ്ടു നിൽക്കുകയാണ് ഇങ്ങനെ അതിക്രൂരമായി മർദ്ദിച്ചത്. പിന്നീട് പറയുന്ന സാഹചര്യമുണ്ടായി, വണ്ടിയിൽ നീ കയറിയാൽ മതി, കാറിൽ നീ കയറിയാൽ മതി, പൊന്നാനിയിൽ പോയി 2 മാസത്തെ മതപഠനത്തിന് ശേഷം നീ മതം മാറി തിരിച്ചു വന്നാൽ മതി, അതുവരെ അതിനുശേഷം കുടുംബം ഇത് അറിഞ്ഞാൽ മതി, പിന്നീട് വിവാഹം നടത്താം എന്ന് കുട്ടിയോട് ആവർത്തിച്ച് യുവാവ് പറയുന്നതായും കുടുംബം സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ സംഭവത്തിന് ശേഷം സോന തന്റെ കൂട്ടുകാരിയോടും ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നീട് പോലീസ് എത്തി. ഈ പെൺകുട്ടി സോന മരിച്ച് ആശുപത്രിയിൽ മൃതദേഹം കൊണ്ടു ചെന്നപ്പോൾ തന്നെ ആശുപത്രി വൃത്തങ്ങൾ പോലീസിനെ വിവരം അറിയിക്കുകയും കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ഈ കുടുംബത്തിന്റെയും കൂട്ടുകാരികളുടെ ഒക്കെ മൊഴിയെടുക്കുമ്പോഴാണ് കൂട്ടുകാരി ഈ കാര്യങ്ങളെല്ലാം പോലീസിനോട് വെളിപ്പെടുത്തുന്നത്. ഒപ്പം ഈ പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് നമുക്ക് ന്യൂസ് 18 ലഭിക്കുകയും ചെയ്തു. അതിലും ആ കുട്ടി ആത്മഹത്യാക്കുറിപ്പിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്? സോന, എന്തായാലും പോലീസ് സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ട്. കുടുംബത്തിനും പരാതിയുണ്ട്. കൂട്ടുകാരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തി. ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് സോന ഈ കേസ് എടുത്തിരിക്കുന്നെങ്കിൽ പോലും വിശദമായിട്ടുള്ള ഒരു പരിശോധന, പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം കോതമംഗലം പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ മൊഴിയെടുത്ത ശേഷം റമീസിനെതിരെ കേസെടുക്കാനാണ് പോലീസിന്റെയും നീക്കം. കാരണം ഇതിലൊരു നിർബന്ധിത മതപരിവർത്തനമുണ്ടെന്ന് കുടുംബത്തിന്റെ ആരോപണമുണ്ട്, കൂട്ടുകാരിയുടെ സാക്ഷിമൊഴിയുണ്ട്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലീസ് യുവാവിനെതിരെ കേസെടുക്കാനുള്ള ഒരു സാധ്യതയാണ്. എന്തായാലും നമുക്ക് വരും മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നീക്കത്തെ ഉൾപ്പെടെ അറിയാൻ സാധിക്കും. പറവൂർ സ്വദേശിയാണ് റമീസ്. ഈ പെൺകുട്ടിയുമായി വളരെ വർഷങ്ങളായി ഇവർ കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ തന്നെ ഇവർ പ്രണയത്തിലായിരുന്നു. കുടുംബം അറിയുന്ന ഒരു ബന്ധം തന്നെയായിരുന്നു. ഈ മതം മാറുന്നതിന് വേണ്ടി പെൺകുട്ടിക്ക് സമ്മതമായിരുന്നു, പെൺകുട്ടിയുടെ കുടുംബത്തിനും സമ്മതമായിരുന്നു. പക്ഷെ പിന്നീട് കുട്ടിയുടെ അച്ഛൻ മരിച്ചതുകൊണ്ടാണ് കല്യാണം 1 വർഷത്തേക്ക് മാറ്റിവെക്കണം എന്ന ഒരു നിബന്ധന ഈ പെൺകുട്ടിയുടെ കുടുംബം മുന്നോട്ട് വെച്ചത്. പക്ഷെ അതിലേക്ക് തയ്യാറായിരുന്നില്ല റമീസിന്റെ കുടുംബം. കുട്ടി മതം മാറണം, മതപരിവർത്തനം നടത്തണം എന്ന ഒരു നിർബന്ധത്തിൽ തന്നെയായിരുന്നു കുടുംബവും നിന്നിരുന്നത്. അതിനിടയിലാണ് റമീസിനെ ഈ അനാശാസ്യത്തിന് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും വലിയ മാനസിക സമ്മർദ്ദം ഈ പെൺകുട്ടി നേരിട്ടിട്ടുണ്ടായിരുന്നു. ശാരീരികമായി അതിനെ വളരെ മൃഗീയമായ രീതിയിൽ ഉപദ്രവിച്ചു. അതിനുശേഷമാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്യുന്നത് എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. ശരി. എറണാകുളം കോതമംഗലത്തെ 23-കാരിയുടെ മരണത്തിൽ യുവാവിനും വീട്ടുകാർക്കുമെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പെൺകുട്ടിയെ നിർബന്ധിതമായി മതപരിവർത്തനത്തിന് ശ്രമിച്ചു ഈ യുവാവ് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നവമി ദിനേശാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലെ